കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. അപ്പോൾ ഏകാദശിയാണ്, ഗുരുവായൂരപ്പൻ്റെ ഏകാദശി. എല്ലാവരും നോറ്റിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയൊക്കെ കഴിഞ്ഞു. അതേപോലെ വൈകുന്നേരം അത്താഴ പൂജ കഴിഞ്ഞു. ഇന്നിപ്പോൾ അത്താഴ പൂജ കാര്യമാണ് പറയാം. നല്ല തിരക്കാണെന്ന് പറഞ്ഞാൽ ഇനി പറയണ്ടല്ലോ എങ്ങനത്തെ തിരക്കാണെന്ന്. വന്നിട്ടുള്ള ആളുകൾക്ക് അതിനെ പറ്റിയിട്ട് അറിയാം, അല്ലാത്തവർക്കും മഹാതിരക്കാണ്. അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ്. എന്താ പറയുക, അമ്പലത്തിൻ്റെ ഉള്ളിലടക്കം പൂഴി ഇട്ടാൽ ഉതരില്ല എന്ന് പറയണ അത്രയും തിരക്ക്. എന്തായാലും നമ്മളെ ഏകാദശി ഒരുവിധം പകുതിയിലധികം ആയി കഴിയാറായി തുടങ്ങി. ഇനിയിപ്പോൾ നാളെ രാവിലെ ദ്വാദശി പണം കൂടി വെച്ച് കഴിഞ്ഞാൽ ഏകാദശിയുടെ ആ ഒരു കർമ്മം പൂർത്തീകരിക്കപ്പെടും. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ശുദ്ധിയായി, അതായത് ബ്ലഡ് ഒക്കെ ആയി ആകെ പ്രശ്നമായി. വീണ്ടും അലങ്കാരം, ഉച്ചപൂജ അലങ്കാരമൊക്കെ മാറി. ഇപ്പോൾ അത്താഴ പൂജയ്ക്ക് ശേഷം ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്ത് നിന്ന് നമ്മളെ പൊന്നുണ്ണിക്കണ്ണൻ വേണുഗോപാലനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അലങ്കാരമൊക്കെ ആയിട്ട് നല്ല തേജസ്സോടെ പുതിയ കുളിക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ള പൊന്നുണ്ണിക്കണ്ണനായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ച അത് അതിമനോഹരം തന്നെയാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അത്താഴ പൂജയ്ക്ക് ശേഷമുള്ള ആ ഒരു കാഴ്ച. ഇനിയിപ്പോൾ ശിവേലിയാണ്, ശിവേലി കഴിഞ്ഞു, മേളം തുടങ്ങി. അപ്പോൾ മേളം തുടങ്ങി ഇനിയിപ്പോൾ ഒരു 10-11 മണി വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഒരു കാഴ്ച അങ്ങനെ കണ്ടു. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ 2 അലങ്കാരം പറയാനുള്ള ഒരു അവസരം ഉണ്ടായി. അത്താഴ പൂജയ്ക്ക് ശേഷമുള്ള അലങ്കാരം കണ്ടു. എല്ലാവരും, നമ്മളെല്ലാവരും കണ്ടു കേട്ടോ, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും. അതേപോലെ വിഘ്നേശ്വരൻ നന്നായിട്ടിരിക്കണു. വിഘ്നേശ്വരനും അലങ്കാരമൊക്കെ വലിയ അലങ്കാരമൊന്നും ഇല്ലെങ്കിൽ കൂടി വളരെ കേമായിട്ടുണ്ട്. അതിലപ്പുറം ഇന്ന് നമ്മുടെ എടത്തരികത്തുകാവിലെ അമ്മ വളരെ വിസ്മയിക്കുന്ന തരത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഭഗവതി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നോ എന്ന് ചോദിക്കുന്ന തരത്തിലാണ് ഇന്ന് നമ്മുടെ ആ ഇരുത്തം. ആ ഏകാദശി നോറ്റിട്ടുള്ള ആ ഒരു ഭക്തൻ്റെ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ അമ്മയുടെ ആ മുഖത്തെ ഒരു എന്താ പറയുക, പൊന്നിൻ്റെ പൊട്ട്, ആ പൊട്ടൊക്കെ ഇങ്ങോട്ട് വെച്ച് തിളങ്ങിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മളെ ഭക്തരെ എല്ലാവരും ആ മാറത്തൊക്കെ ഇങ്ങനെ ശോഭയോടെ ആ അലങ്കാരങ്ങളെല്ലാം തികഞ്ഞ് മാലയൊക്കെ അങ്ങനെ ചാർത്തി, എങ്ങനെയാണ് അത് അലങ്കാരികമായി പറയേണ്ടതെന്ന് അറിയില്ല. അത്രയ്ക്കും ഭഗവതി ശരിക്കും ഇങ്ങോട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന തരത്തിലാണ് ഇന്നത്തെ ആ ഇടത്തരികത്തുകാവിലെ അമ്മയുടെ ആ ഒരു അവതാരം. അവിടെ എന്താ ഒരു കാഴ്ച എന്നറിയോ. അതിങ്ങനെ എങ്ങനെ പറഞ്ഞാലും അതിനെ വർണ്ണിച്ചാലും അതിന് വാക്കുകളില്ല. അത്രയ്ക്കും മനോഹരം, അതിസുന്ദരിയായിട്ടാണ് നമ്മുടെ അമ്മ അവിടെ നമ്മളെ ഭക്തരെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പനോളം തന്നെ പ്രസക്തിയുള്ള നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ പോലെ തന്നെ നമുക്ക് പ്രസക്തമാണ് എടത്തരികത്തുകാവിലെ അമ്മ. അപ്പോൾ ആ അമ്മേനെ കണ്ടു, തൊഴുതു. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുതു. അപ്പോൾ ഏകദേശം ഏകാദശിയുടെ ഒരു പകുതിയിലധികം സമയമായി. ഇനിയിപ്പോൾ നാളെ രാവിലെ 9 മണിക്ക് നട അടയ്ക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു 3 മണിയോടുകൂടി ദ്വാദശി പണത്തിനുള്ള സജ്ജീകരണങ്ങളായി. ഇപ്പോൾ തെക്കേ നടയിൽ അതിനുള്ള സൗകര്യങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആളുകൾ ക്യൂ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 3 മണിയോടെ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഓദിക്കന്മാരൊക്കെ വന്നിരിക്കും. കുറച്ച് 6, 7, 8 മണി 9 മണിക്ക് നട അടയ്ക്കും. അതിനുശേഷം പിന്നീട് കുറേ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് നട തുറക്കുള്ളൂ. അപ്പോൾ 52 മണിക്കൂറിൻ്റെ ആ ഒരു ഏകാദശി മഹോത്സവം ആ സമയത്ത് ദ്വാദശി പാരണയോടുകൂടി, ദ്വാദശി ദക്ഷിണയോടുകൂടി പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും, ഏകാദശി നോറ്റവർക്കും ഏകാദശി നോൽക്കാത്തവർക്കും, ഗുരുവായൂർ വന്നവർക്കും ഗുരുവായൂർ തൊഴുതവർക്കും തൊഴാത്തവർക്കും എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം
ലഭിക്കട്ടെ. എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കണ്ട പോലെ തന്നെ, വന്നവർക്ക് കണ്ടതും വരാത്തവർക്ക് എന്നിലൂടെ കണ്ട പോലെ ആവട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.